എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ എന്ന സങ്കടത്തിലാണ് നാറ്റോ കഴിയുന്നത്. ഒരിക്കൽ ലോകം കീഴടക്കുമെന്നും കാൽച്ചുവട്ടിലാണ് ബാക്കിയെല്ലാമെന്നും അഹങ്കരിച്ച നാറ്റോയുടെ മുന്നിലൂടെ റഷ്യ നടന്നു നീങ്ങുകയാണ്. പുത്തിൻ്റെ റഷ്യ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡം റഷ്യ സ്വന്തമാക്കിയിരിക്കുന്നു. നാറ്റോയും അമേരിക്കയും ഒക്കെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സമാന്തരമായി തന്നെ റഷ്യ തൻ്റെ ആഫ്രിക്കൻ സ്വപ്നങ്ങളിലേക്ക് പറന്നെടുത്തു. ഇന്ന് ആഫ്രിക്കയ്ക്ക് തള്ളിക്കളയാനാകാത്ത വലിയ സഖ്യമായി റഷ്യ മാറിയിരിക്കുകയാണ്. നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ആഫ്രിക്കയിൽ റഷ്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിൽ നാറ്റോ രാജ്യങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നാറ്റോയുടെ താൽപ്പര്യങ്ങൾക്കും പ്രാദേശിക സ്ഥിരതയ്ക്കും എതിരായ വെല്ലുവിളിയായിട്ടാണ് നാറ്റോ റഷ്യയുടെ ഈ നീക്കത്തെ നോക്കിക്കാണുന്നത്. സൈനിക വിന്യാസങ്ങൾ, സാമ്പത്തിക പങ്കാളിത്തങ്ങൾ, നയതന്ത്ര സംരംഭങ്ങൾ എന്നിവയുൾപ്പെടെ റഷ്യയുടെ ബഹുമുഖ ഇടപെടൽ ഭൂഖണ്ഡത്തോടുള്ള സമീപനം പുനർനിർണ്ണയിക്കാൻ നാറ്റോയെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ മാസം നാറ്റോയുടെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ സെന്റർ ഓഫ് എക്സലൻസ് പാശ്ചാത്യ വിവര പരിസ്ഥിതിക്ക് പുറത്തുള്ള റഷ്യൻ വിവര പ്രവർത്തനങ്ങൾ എന്ന തലക്കെട്ടിൽ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ ആഫ്രിക്കയിലെ റഷ്യൻ സ്വാധീനത്തെക്കുറിച്ചുള്ള ഒരു നിഷ്പക്ഷ പഠനമായിട്ടാണ് നമുക്ക് ഇത് തോന്നുക. എന്നാൽ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ റിപ്പോർട്ട് റഷ്യയെക്കുറിച്ചല്ലെന്ന് നമുക്കറിയാം. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉത്തരവുകൾ ഇനി അനുസരിക്കാതെ വളരുന്ന ആഫ്രിക്കയെക്കുറിച്ചുള്ള നാറ്റോയുടെ ഭയത്തെക്കുറിച്ചുള്ളതാണ് ഈ റിപ്പോർട്ട്. പാശ്ചാത്യ ശക്തികളുടെ നിയന്ത്രണത്തിൽ കുടുങ്ങിക്കിടക്കാതെ റഷ്യ, ചൈന, ഇന്ത്യ പോലുള്ള ആഗോള ശക്തികളുമായി ഇടപഴകുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് ഏറെ ആശങ്കാകുലരാണ് നാറ്റോ രാജ്യങ്ങൾ എന്ന് വേണം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ. ലിബിയ, സുഡാൻ, മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളിൽ ശ്രദ്ധേയമായ വിന്യാസങ്ങൾ നടത്തിയതോടെ ആഫ്രിക്കയിൽ റഷ്യയുടെ സൈനിക സാന്നിധ്യം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. സുഡാനിൽ ചെങ്കടൽ തീരത്ത് ഒരു റഷ്യൻ നാവിക താവളം സ്ഥാപിക്കുന്നത് ആഫ്രിക്കയിലെ റഷ്യയുടെ ആദ്യത്തെ നാവിക താവളം കൂടിയായിട്ടാണ് അടയാളപ്പെടുത്തുക. റഷ്യയുടെ ഈ മുന്നേറ്റം സമീപത്തുള്ള ജിബൂട്ടിയിൽ താവളങ്ങളുള്ള യുഎസിനും ചൈനയ്ക്കും ഒപ്പം നിർത്തുന്ന ഒന്നാണ്. ആഫ്രിക്കയിലെ റഷ്യയുടെ സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ ആശങ്കാജനകമായ വശങ്ങളിലൊന്ന് അതിന്റെ സൈനിക ഇടപെടലാണ്. ഇത് സമീപ വർഷങ്ങളിൽ അതിവേഗം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റഷ്യ സ്വകാര്യ സൈനിക കമ്പനികളെ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് വാഗ്നർ ഗ്രൂപ്പ് പോലെയുള്ള കുപ്രസിദ്ധമായ സേനയെ നിർത്തി തങ്ങളുടെ സൈനിക സേനയെ ഔദ്യോഗികമായി വിന്യസിക്കാതെ തന്നെ ക്രെംലിനെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നതാണ് സത്യം. ലിബിയ, മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് രാജ്യങ്ങൾ, സുഡാൻ എന്നിവയുൾപ്പെടെ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വാഗ്നർ ഗ്രൂപ്പിന്റെ കൂലിപ്പടയാളികൾ ഇന്ന് കഴിയുന്നുണ്ട്. വിഭവങ്ങൾ ശേഖരിക്കൽ, തന്ത്രപരമായ സൈനിക കരാറുകൾ എന്നിവയുൾപ്പെടെ സാമ്പത്തിക പ്രവേശനത്തിന് പകരമായി സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കും വിമത ഗ്രൂപ്പുകൾക്കും ഈ സേന സൈനിക പിന്തുണയും നൽകി പോരുകയാണ്. ലിബിയയിൽ സങ്കീർണമായ ഒരു ആഭ്യന്തര യുദ്ധത്തിൽ റഷ്യ ജനറൽ ഖലീഫ് ഹഫ്താറിന്റെ ലിബിയൻ നാഷണൽ ആർമിയുമായി, അതായത് LNAയുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്നു. റഷ്യയുടെ നേരിട്ടുള്ള ഈ ഇടപെടൽ മേഖലയിൽ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നാറ്റോയുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും നാറ്റോയുടെ തെക്കൻ ഭാഗത്ത് റഷ്യൻ വ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയുമാണ് ചെയ്തത്. ചെങ്കടലിൽ ഒരു നാവിക താവളം സ്ഥാപിക്കാൻ റഷ്യയുമായുള്ള സുഡാൻ കരാറിൽ ഏർപ്പെട്ടത് ആഫ്രിക്കയിൽ വളർന്നുവരുന്ന റഷ്യൻ പ്രതാപത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഈ നാവിക സൗകര്യം റഷ്യയ്ക്ക് മെഡിറ്ററേനിയനിലേക്ക് കൂടുതൽ ശക്തി പകരാനും നിർണായകമായ ആഗോള കപ്പൽ പാതയായ ബാബ് എൽ മണ്ടേബ് കടലിടുക്കിന് സമീപം അതിന്റെ തന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കാനും അനുവദിക്കും. നാറ്റോയെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും പാശ്ചാത്യ താൽപ്പര്യങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രാദേശിക സ്വാധീനത്തിന്റെ ഒരു മാറ്റത്തെയാണ് റഷ്യയുടെ ഈ മേൽക്കോയ്മ ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്പത്തിക ഇടപെടലും വിഭവ താൽപ്പര്യങ്ങളുമാണ് റഷ്യയ്ക്ക് ആഫ്രിക്കയ്ക്ക് മുകളിലുള്ള മറ്റൊരു കാര്യം. ആഫ്രിക്കയിലെ റഷ്യയുടെ സാമ്പത്തിക തന്ത്രമാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്. പ്രകൃതി വിഭവങ്ങൾ, പ്രത്യേകിച്ച് എണ്ണ, വാതകം, ധാതുക്കൾ എന്നിവ കണ്ട് തന്നെയാണ് റഷ്യ ആഫ്രിക്കൻ മണ്ണിലേക്ക് എത്തുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന് മോസ്കോ സൈനിക സഖ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപങ്ങളും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സൈനിക പിന്തുണയ്ക്ക് പകരമായി റഷ്യ അതിന്റെ സമ്പദ് വ്യവസ്ഥയെ വളർത്തുന്നതിനും ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കൂടുതൽ ഊന്നൽ നൽകി. ചില രാജ്യങ്ങളിൽ വിഭവ ശേഖരണത്തിൽ ഇളവുകൾ നൽകുന്നതിന് പകരമായി റഷ്യ സൈനിക പരിശീലനവും സുരക്ഷയും അവർക്ക് നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിശാലമായ സ്വർണ്ണ വജ്രശേഖരം റഷ്യയ്ക്ക് പ്രത്യേക താല്പര്യമുള്ളത് തന്നെയാണ്. അത്തരം ക്രമീകരണങ്ങൾ മോസ്കോയ്ക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവ പാശ്ചാത്യ രാജ്യങ്ങളുടെയും പരമ്പരാഗതമായി ഈ മേഖലയുമായി ശക്തമായ ബന്ധമുള്ള കമ്പനികളുടെയും സ്വാധീനം കുറയ്ക്കുന്ന ഘടകമാണ്. വിഭവ ശേഖരണത്തിന് പുറമെ ആയുധ ഇടപാടുകളിലൂടെയും സാമ്പത്തിക പങ്കാളിത്തത്തിലൂടെയും റഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വളർത്തിയെടുത്തിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ, ടാങ്കുകൾ, ചെറു ആയുധങ്ങൾ എന്നിവയുൾപ്പെടെ ആഫ്രിക്കൻ രാജ്യങ്ങൾ
രാജ്യങ്ങൾക്ക് സൈനിക ഹാർഡ്വെയറിന്റെ പ്രധാന വിതരണക്കാരനായി റഷ്യ മാറിയിരിക്കുകയാണ്. ഈ ആയുധ ഇടപാടുകൾ ആഫ്രിക്കയിലെ റഷ്യയുടെ സാമ്പത്തിക സ്ഥാനം ശക്തിപ്പെടുത്താൻ മാത്രമല്ല, പാശ്ചാത്യ സ്വാധീനവും പങ്കാളിത്തവും പരിമിതപ്പെടുത്തിക്കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ സൈനിക പിന്തുണയ്ക്കായി മോസ്കോയെ ആശ്രയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിലെ റഷ്യയുടെ നയതന്ത്ര ശ്രമങ്ങൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ കൊളോണിയലിസത്തെയും സാമ്രാജ്യത്വത്തെയും എതിർത്തുകൊണ്ടുള്ള നിലപാടും പരസ്പര ബഹുമാനത്തിന്റെയും പങ്കിട്ട ചരിത്രാനുഭവങ്ങളുടെയും ഒരു ആഹ്വാനം വളർത്തിയെടുക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. സോച്ചിയിൽ 2019 നടന്ന റഷ്യ ആഫ്രിക്ക ഉച്ചകോടി അതിന്റെ നയതന്ത്ര തന്ത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 40-ലധികം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ആകർഷിച്ച ഉച്ചകോടി ഭൂഖണ്ഡവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള റഷ്യയുടെ ഉദ്ദേശം പ്രകടമാക്കിയിട്ടുണ്ട്. പരിപാടിയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഫ്രിക്കയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനായുള്ള റഷ്യയുടെ പിന്തുണയും വികസന പദ്ധതികളിൽ പങ്കാളിയാകാനുള്ള അതിന്റെ സന്നദ്ധതയും ഊന്നി പറയുന്നുണ്ട്. അവരുടെ അന്താരാഷ്ട്ര സഖ്യങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെ ആകർഷിക്കുന്നതിലെ റഷ്യൻ മിടുക്കാണ് എല്ലാത്തിന്റെയും ആധാരം തന്നെ. ഈ നയതന്ത്ര ഇടപെടലുകളിലൂടെ മോസ്കോയുടെ നീക്കങ്ങളോട് കൂടുതൽ സ്വീകാര്യത പുലർത്തുന്ന സിംബാബ്വെ, ഉഗാണ്ട, മാലി തുടങ്ങിയ രാജ്യങ്ങളുമായി റഷ്യ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത പാശ്ചാത്യ സഖ്യങ്ങളിൽ നിന്ന് റഷ്യയുടെ സ്വാധീനത്തേക്കുള്ള ഒരു മാറ്റത്തിന്റെ സൂചനയായതിനാൽ ഈ സംഭവ വികാസങ്ങൾ അവരെ സംബന്ധിച്ച് ആശങ്കാജനകമാണ്. ആഫ്രിക്കയിൽ റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള നാറ്റോയുടെ ആശങ്കകൾ ബഹുമുഖമാണ്. ഒന്നാമതായി, സഖ്യത്തിന്റെ പരമ്പരാഗത ശ്രദ്ധ യൂറോപ്യൻ വടക്കൻ അറ്റ്ലാന്റിക് സുരക്ഷയിലായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പരിമിതമായ ശ്രദ്ധ മാത്രമേ നാറ്റോ നൽകിയിട്ടുള്ളൂ. എന്നിരുന്നാലും റഷ്യയുടെ സൈനിക സാന്നിധ്യവും ആഫ്രിക്കയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നാറ്റോ അതിന്റെ തന്ത്രപരമായ മുൻഗണനകൾ പരിശോധിക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് മറ്റൊരു കാര്യം. യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും റഷ്യൻ സ്വാധീനത്തെ ചെറുക്കുന്നതിനുള്ള നാറ്റോയുടെ നിലവിലുള്ള പ്രതിബദ്ധത ആഫ്രിക്കയിലെ റഷ്യൻ പ്രവർത്തനങ്ങളോട് പ്രതികരിക്കാൻ അതിനെ സജ്ജരാക്കുന്നതുമല്ല. ആഫ്രിക്കയിൽ റഷ്യയുടെ സ്വാധീനത്തെ ചെറുക്കുന്നതിന് ഒരു യോജിച്ച തന്ത്രത്തിന്റെ അഭാവത്തിൽ നാറ്റോ അംഗങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് റഷ്യയുടെ ഈ ഒരു വളർച്ച അവർ വളരെ അസൂയയോടെയാണ് നോക്കിക്കാണുന്നത്. സഹേലിലും ആഫ്രിക്കയിലെ മറ്റു ഭാഗങ്ങളിലും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ US ചരിത്രപരമായി ഏർപ്പെട്ടിട്ടുള്ള രാജ്യമാണ്. എന്നാൽ ഏഷ്യയിലും യൂറോപ്പിലും വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളുടെ വെളിച്ചത്തിൽ US അതിന്റെ ശ്രദ്ധ മറ്റെവിടേക്കെങ്കിലും മാറ്റിയേക്കാവുന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ്. മാത്രവുമല്ല, ആഫ്രിക്കയിലുടനീളമുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും നേതൃത്വത്തിന്റെയും സുരക്ഷാ വെല്ലുവിളികളുടെയും വൈവിധ്യം നാറ്റോയുടെ പ്രതികരണത്തെ സങ്കീർണമാക്കുന്ന ഒന്നാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏകശിലാരൂപത്തിലുള്ളവയല്ല. പല സർക്കാരുകളും അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾക്ക് താല്പര്യവുമില്ല. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്താൻ റഷ്യക്ക് സാധിച്ചുവെങ്കിലും ചില പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ചില ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് റഷ്യയുടെ ഇടപെടൽ വളരെ പോസിറ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത്. അവരതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റു ചില രാജ്യങ്ങൾ അത്ര പോസിറ്റീവായിട്ടല്ല ഇതിനെ നോക്കിക്കാണുന്നത്. അതായത് പ്രത്യേകിച്ച് റഷ്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ കാലാവസ്ഥയും മനുഷ്യാവകാശ ലംഘനങ്ങളെയൊക്കെ മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇവരെത്തിച്ചേരുന്നത്. ആഫ്രിക്കയിൽ റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തോടുള്ള പ്രതികരണമായി നാറ്റോ അതിന്റെ തന്ത്രങ്ങൾ പുനർനിർണ്ണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിന് തെക്കൻ മെഡിറ്ററേനിയനിലും ആഫ്രിക്കയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നാറ്റോ ആഹ്വാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ചില നാറ്റോ അംഗങ്ങൾ, പ്രത്യേകിച്ച് ഇറ്റലി, തെക്കൻ ഭാഗത്തേക്ക് കൂടുതൽ വിഭവങ്ങളും ശ്രദ്ധയും സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുക, വികസന സഹായം നൽകുക, സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും റഷ്യൻ സ്വാധീനത്തെ ചെറുക്കുന്നതിനുമുള്ള നയതന്ത്ര ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ആഫ്രിക്കൻ യൂണിയന്റെ സമാധാന പരിപാലന ദൗത്യങ്ങൾ പോലുള്ള ആഫ്രിക്കൻ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംരംഭങ്ങളെ പിന്തുണയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും സഖ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കൻ സമാധാന ശ്രമങ്ങളെ നാറ്റോ ചരിത്രപരമായി പിന്തുണച്ചിട്ടുണ്ടെങ്കിലും മേഖലയിൽ റഷ്യയുടെ സ്വാധീനം ആഴത്തിലാക്കുന്നത് തടയാൻ കൂടുതൽ ഗണ്യമായ പിന്തുണയും പങ്കാളിത്തവും ആവശ്യമാണെന്ന തിരിച്ചറിവ് നാറ്റോയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബദൽ പങ്കാളിയായി റഷ്യ തന്ത്രപരമായി സ്വയം നിലകൊള്ളുന്നതിനാൽ സ്വാധീനം നിലനിർത്തുന്നതിനും റഷ്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മേധാവിത്വത്തെ ചെറുക്കുന്നതിനും ആഫ്രിക്കയോടുള്ള സമീപനം നാറ്റോ പുനഃപരിശോധിക്കണം. വിഭവങ്ങൾ സന്തുലിതമാക്കണം. ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ദീർഘകാല പങ്കാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റഷ്യയുടെ ഈ നീക്കം എന്തിനായിരിക്കും? അമേരിക്കയും നാറ്റോയും പോലുള്ള വലിയ രാജ്യങ്ങളോടുള്ള മത്സരമായിട്ട് തന്നെ നമുക്കിതിനെ നോക്കിക്കാണണമോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.